ഈ ചായ ഉണ്ടാക്കിയേ? ആരാ? ചായ ഇത് മനുഷ്യന് നിങ്ങൾ ഇത് കുടിക്കാൻ നമുക്ക് പറയാനാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ചായ ഇത് ഞാൻ എന്നും നല്ല ചായ കുടിച്ചോണ്ടിരുന്നോ? ഒരു മനുഷ്യന്റെ ചായ കൊണ്ടായിക്കൊണ്ട് വന്നേക്കുന്നു. എനിക്ക് നല്ല ചായ വേണം ഇപ്പൊ. നിനക്കിപ്പോ നല്ല ചായ വേണം, ഞാൻ കൊണ്ടുതരാം. കൊണ്ട് തന്നാൽ നിങ്ങൾക്ക് വേണം. അല്ല, എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ കരല് മെഴുകൂടാ. കരൽ പറയാൻ മുല്ലപ്പെരിയാറിൽ പോലും ഇത്ര വെള്ളം കാണത്തില്ല. മക്കളെ ചായ ഇട്ടോട്ടെ. ബിഗ് ബോസ്, എനിക്ക് ചായ വേണം ബിഗ് ബോസ്. ഞാൻ വീട്ടിൽ നല്ല സ്വാദിഷ്ടമായി എൻ്റെ അമ്മ ഏലക്ക, കറുവപ്പട്ട, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നല്ല സ്വയംഭ സാധനം ഉണ്ടാക്കി തരുന്നത്. എനിക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ല ബിഗ് ബോസ്. ചായ എന്ത് നല്ല ചായ! ഇതാ ചായ, എന്നാ സ്വാദാ ചേച്ചി. ഇനി എനിക്ക് എന്ന് ചേച്ചി ചായ ഇട്ട് തന്നാ മതി. ചിന്തു, അതിന് ഞാനിട്ട ചായ അല്ലിത്. പിന്നെ ആരിട്ട ചായ? ജൂസ്മിൻ. ചേച്ചി ഒന്ന് കുടിച്ചേ. ബിഗ് ബോസ്, അകത്ത് കിടക്കുന്ന ചായ പുറത്തു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സഹായിക്കണം. ഇന്ന് രാത്രി ചപ്പാത്തി കഴിക്കണമെന്ന് പറഞ്ഞിരുന്നോ? അതിനെന്താ, ഇന്ന് രാത്രി ചപ്പാത്തി ആണല്ലോ. അതാരാ പരത്തുന്നതെന്ന് അറിയാമോ? ആരാ? ജോസ്മിൻ. ചേച്ചി, ഉച്ചക്കാലത്തെ ചോറ് വല്ലതും ബാക്കിയുണ്ടാ? ഒരാൾക്കുള്ള ചോറുണ്ടായിരുന്നു, ഞാനത് മാറ്റി വെച്ച്. ചേച്ചി, ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാനൊരു വൃത്തത്തിലാണ്, ഇന്ന് ചപ്പാത്തി കഴിച്ചൂടാ, ചോറ് മാത്രമേ കഴിക്കാവൂ. അതെന്തൊരു വൃത്തം? ഇതോ അങ്ങനെ ഉണ്ട്, നോക്കറിയാത്തോണ്ടാ. ചേച്ചി, ചോറിന് കറിയില്ല, ഞാൻ ഒരു ചമ്മന്തി അരച്ചേർട്ടെ. ഒരു കറിയും കൂട്ടിക്കൂടാ, പച്ചച്ചോറ് മാത്രം. എനിക്ക് കുറച്ച് ചൂടുള്ള എടുത്തോണ്ട് വരട്ടെ. വെള്ളം കുടിച്ചൂടാ, ചോറ് മാത്രം. ബിഗ് ബോസ്, എന്റെ ചപ്പാത്തികൾ ആരും കഴിക്കുന്നില്ല. കുറച്ച് ബിഗ് ബോസിന് പോയി ഞാൻ വിടട്ടെ? വേണ്ട മോളെ, ബിഗ് ബോസ് ഇന്ന് വ്രതത്തില. ഈ ഹൗസിലുള്ള എല്ലാരും ഇന്ന് വ്രതത്തിലാണല്ലോ. മോളെ, എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ബിഗ് ബോസ്? മോളിനി എല്ലാ ദിവസവും വിളിക്കണം. ചപ്പാത്തി വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്നത്? ഇനി എന്റെ തീരുമാനം ആഴ്ചയിൽ ഒരു വട്ടം കുടിക്കാനാ. ദൈവമേ, ഈ ബിഗ് ബോസിലുള്ള എല്ലാവരെയും